ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോയതെന്ന് കാണിച്ചു തന്നല്ലോ. ഒരു കുറച്ച് സമയം കേട്ടോ, ഉച്ച വരെയുള്ള സമയമാണ്. അപ്പോൾ രാവിലെ എണീറ്റിക്കുക, അതുപോലെ തന്നെ മക്കൾക്ക് മദ്രസ ഉള്ളതുകൊണ്ട് ശനിയാഴ്ച ആയാലും നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല. 6:30 മദ്രസയാണ്. അപ്പോൾ ചായക്ക് വെള്ളം വെക്കണം. അതിൻ്റെ കൂടെ ചിയാസീഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് കുടിക്കണം. വെള്ളമൊക്കെ തിളപ്പിച്ചത് മാറ്റി വെച്ചു. മീനൊക്കെ പുറത്ത് വെച്ചിട്ടോ. ഐസ് പോയിക്കാണെങ്കിൽ വേഗം കറി വെക്കല്ലോ, രാവിലത്തെ കറിക്ക്. അപ്പോൾ തന്നെ കുട്ടികൾ ഇതാ മോന് മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചായൻ്റെ വെള്ളം തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് അവർക്ക് പാൽ ചായയേ ഇഷ്ടമുള്ളൂ കേട്ടോ. പാൽ ചായയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ പാല് ഫ്രീസറിൽ നിന്ന് ഐസ് പോലെ, അപ്പോൾ പാൽപ്പൊടിയാണ് ഞാൻ വേഗം ഇടൽ. അങ്ങനെ ചായയൊക്കെ ചൂടാറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ മോന് നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വേഗം വരും. വന്നാൽ പിന്നെ ഒരു രണ്ടാളും കൂടി അവിടെ ഇരുന്നുങ്ങാണ്ട് ചായ കുടിക്കും. അവർക്ക് എന്ത് ബിസ്ക്കറ്റോ അല്ലേ ഇത് ഈ ഒരു നുറുക്ക് ഓരോ ഫേവറേറ്റ് ആട്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ 2 പേരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്താണ്. നമ്മൾ സിറ്റ് ഔട്ട് മൊത്തം മഴ എന്താ പറയുക നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. കാരണം ഇക്കാക്ക ഇന്നലെ വരെ ഇക്കാക്ക ഉള്ളതുകൊണ്ട് ഇക്കാക്ക വണ്ടിമേ കൊണ്ടുപോയിരുന്നു. ഇന്ന് ഇപ്പോൾ ഇക്കാക്ക പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കൊണ്ടാക്കാൻ പോകുന്നത്. കാരണം രാവിലെ നേരത്തെ ആയതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നായ്ക്കളുടെ ശല്യം ഇപ്പോൾ വളരെയധികം കൂടി വരല്ലേ. ഈ ഒരു ഭാഗം അറിയില്ല, നമ്മൾ അച്ചൻകുളത്തിൻ്റെ സൈഡാണ് കേട്ടോ. അച്ചൻകുളമാണ് കാണുന്നത്. മക്കൾ സലാമൊക്കെ ചൊല്ലി അവർ മദ്രസയിലോട്ട് പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നമ്മളെ ഫാറൂഖ് കോളേജിൻ്റെ ഉള്ളിലൂടെ നടന്നത്. ഫാറൂഖ് കോളേജിൻ്റെ നമ്മൾ രാജാ ഗേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നടന്നവർക്ക് അറിയാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. നമ്മളെ മനസ്സെന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. അടിപൊളി പച്ചിലകളും മരങ്ങളും 2 സൈഡിലും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കല്ലേ, അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കിളികളെ സൗണ്ടും, ഓരോരുത്തർ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ നടക്കുന്നത് നല്ലതാണ്, പക്ഷേ മടി കാരണം നടക്കാനൊന്നും പോക്കില്ല കേട്ടോ. കാക്ക വണ്ടിമേൽ ഇങ്ങനെ മദ്രസിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട്. ഞാൻ പുറത്തോട്ടേ പോകലില്ല. ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് നടന്ന് സെറ്റാവാമെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം നടക്കാൻ ഇറങ്ങിയാൽ നമ്മൾ നടക്കണമല്ലോ. അപ്പം കൈയൊക്കെ വീശി അടിപൊളിയായിട്ട് നടന്നങ്ങാണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. അടിപൊളിയാണ്, നല്ലൊരു ഭംഗിയുണ്ടാവും. പച്ചപ്പുല്ലും എന്തൊക്കെ മരങ്ങളാണെന്ന് എനിക്ക് പറഞ്ഞുതരാന്ന് വെച്ചില്ല, പക്ഷെ അടിപൊളിയാണ്. ഞങ്ങളെ പള്ളിയൊക്കെ അതാ കാണുന്ന. ഞാനിവിടെയുള്ള ഈ സ്കൂളിലാട്ടോ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാളജിയാണ് ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ. ഫ്രണ്ട്സിനായിട്ടൊക്കെ നല്ല എന്താ പറയുക, നല്ല എൻജോയ് ചെയ്ത് നടന്ന വഴികളാട്ടോ. അങ്ങനെ അരമണിക്കൂറിൻ്റെ നടത്തത്തിന് ശേഷം വീട്ടിലോട്ട് എത്തി. വീട്ടിൽ വന്ന പാടെ ആദ്യം തന്നെ കുറച്ച് ചുടുവെള്ളം എടുത്തതാണ് അതവിടെ സൈഡിൽ മാറിയിരുന്ന് അങ്ങ് കുടിച്ചിട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മീൻകറി വെക്കണം. അപ്പം മീനൊക്കെ കണ്ടിച്ച് എന്താ പറയുക, മീൻ കറിക്കുള്ളതൊക്കെ സെറ്റാക്കി അടുപ്പത്തോട്ട് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ പൊടി കുഴക്കണം. പൂരി വേണമെന്നാണ് പറഞ്ഞത്. പൂരി മീൻകറിയും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. ആർക്കൊക്കെ അങ്ങനെ പൂരി മീൻകറിയൊക്കെ ഇഷ്ടമുള്ളത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചുടുവെള്ളം കുടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ട് നിർബന്ധമാണ് കാലിച്ചായ കുടിക്കൽ. അപ്പം കടുപ്പില്ലായിരുന്നു കുട്ടികൾക്ക്. കടുപ്പം കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കൽ. അപ്പോൾ എനിക്ക് ലേശം കൂടി ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനത് ചായ ഇളക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പൊടിയൊക്കെ കുഴച്ചിട്ടോ. പൊടി കുഴച്ചതിന് ശേഷം ലേശം എണ്ണ ആക്കിയുടെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിക്കോളും. പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് പരത്തി ചൂടോടെ കഴിക്കാം. അത് പരത്തി വെച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് കറിയൊക്കെ ഓഫാക്കിയതിന് ശേഷം ചായ ഇട്ട് സൈഡിലോട്ട് മാറിയിരുന്ന് അങ്ങ് ആസ്വദിച്ച് കുടിക്കാൻ കേട്ടോ. കാരണം കടിയൊന്നും വേണ്ട, ഈ സമയത്ത് ചായ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് ആസ്വദിച്ച് കുടിക്കുക. ആ സമയം കൊണ്ട് നമ്മൾ പൊടി സെറ്റായിട്ടുണ്ട്. കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പരത്തി കൊടുത്താൽ മോന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ പണിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോനിങ്ങനെ പൊരിച്ച് തന്നോളും, ഞാനതിങ്ങനെ പരത്തി കൊടുക്കുക. പാത്രം പറഞ്ഞാലേ കുട്ടികളെ പരത്തട്ടെ. അങ്ങനെ പരത്തി സ്ഥിതിക്കുക പൂരി പൊരിച്ച് ഓർക്ക് കൊടുക്കുമ്പോൾ ഓർക്ക് ഓരോ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ നല്ല എന്ത് ഷേപ്പാണെന്നൊന്നുമില്ല, ഒരു ഷേപ്പിലുള്ള പൂരിയൊക്കെ പൊരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ചാടിക്കായിരുന്നു കേട്ടോ. മീനൊന്നും കൂട്ടൂല അവള്. അങ്ങനെ ഞാനും മോനും മോളൊക്കെ ഇരുന്ന് മീൻകറിയും പൂരിയും അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് മീൻകറിയും അതേമാതിരി പൊറാട്ടയും മീൻകറിയും. മുളകിട്ടന്നെ വേണ്ട, തേങ്ങ അരച്ച പോരാ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് ഉള്ളതുകൊണ്ട് ഉച്ചക്കത്തെ പരിപാടിയൊന്നുമില്ല. മന്തി ഉള്ളതുകൊണ്ട് ചൂടാക്കി കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങളെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.